ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് നമുക്കൊരു 4 മാർക്കിന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താ ഇമെയിലിന്റെ ഇതുപോലത്തെ ഒരു ചോദ്യം. നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. Young Kalam notices that newspapers are now being thrown out of the moving train because the stop at Rameshwaram station has been cancelled. He decides to write an email to the divisional manager, Southern Railway, requesting them to reinstate the stop. Draft the email എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഡോക്ടർ കലാം അല്ലെങ്കിൽ യങ് കലാം എഴുതുന്ന ഡിവിഷണൽ മാനേജർക്ക് എഴുതുന്ന ഒരു റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു മെയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ആയില്ലെങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്തായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും മുകളിലായിട്ടല്ലേ നിങ്ങളൊരു ഫ്രം അഡ്രസ്സ് കൊടുക്കണം. ആ ഫ്രം അഡ്രസ്സ് എന്തിനായിരിക്കണം? ഒരു ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ kalam123@gmail.com എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനൊരു സ്പേസ് വിട്ടിട്ടില്ല, ഞാൻ എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. @, എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ടു അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ മെയിലിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സബ്ജക്റ്റ് എഴുതുക എന്നുള്ളത്. സബ്ജക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സല്യൂട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഡിയർ സർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്ന് കൊടുക്കാം. കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് കൊടുക്കുക. ഏറ്റവും അവസാനത്തിലല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് യോസ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ വാം റിഗാർഡ്സ് എന്നൊക്കെ നമുക്ക് പറയാം. വാം റിഗാർഡ്സ് എന്ന് പറയാം. ഇനി അഥവാ നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെയാണ് മെയിൽ അയക്കുന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ലവിങ്ലി, യോസ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം അല്ലെങ്കിൽ വിത്ത് ലവ് എന്നൊക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പേര് കൊടുക്കുക, സ്ഥലം കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ 4 മാർക്കിൻ്റെ ഇമെയിലിൽ നിങ്ങൾ എഴുതേണ്ടത്.